ഇന്നു മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബാംഗങ്ങളെ വിളിക്കേണ്ടത് വീട്ടിലെ അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്നു മുതൽ ഈ നോമ്പ് തീരുന്നത് വരെ അപ്പന്മാരെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ വീട്ടിലെ അമ്മച്ചിയല്ലേ ഈ കിടന്ന് വിളിച്ചു കൂട്ടുന്ന എല്ലാവരെയും വായോ വായോ പ്രാർത്ഥിക്കാൻ സമയമായി, സമയം പോകുന്നേ, വന്നേ വന്നേ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത്. ഈ അമ്മ ഇത് എത്ര കിടന്ന് പറഞ്ഞാലും പിള്ളേർ അമ്മയ്ക്ക് പറയാൻ പണിയൊന്നുമില്ല, അമ്മയ്ക്ക് ഇത് തന്നെ തൊഴിൽ എന്ന് പറയും. ഒരു ദിവസം അപ്പം പറയട്ടെ, പിള്ളേർ ഞെട്ടി ആ ഫോണൊക്കെ അവിടെ വെച്ച് പുസ്തകമൊക്കെ അടച്ചു വെച്ച് TV റിമോട്ട് എടുത്ത് ഓഫ് ചെയ്ത് ഓടി വന്നിരിക്കും. അപ്പന്മാരെ ഏൽപ്പിക്കുകയാണ്. കുരിശു വരയ്ക്ക് കുടുംബത്തെ വിളിച്ചിരുത്തണം. അപ്പൻ വിളിച്ചാൽ ആർക്കാ വരാതിരിക്കാൻ പറ്റുന്നത്? ഏത് കൊച്ചിനാണ് ഒഴുകഴിവ് പറയാൻ പറ്റുന്നത്? ഇതെൻ്റെ ദൈവം എന്നെ സഹായിച്ച് എൻ്റെ അധ്വാനത്തിന് ഫലം തന്ന് ഞാൻ പണിതുയർത്തിയ വീടാണ്. ഈ വീടിനകത്ത് ഇന്ന സമയത്ത് കുരിശു വരയ്ക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എന്നൊരു അപ്പൻ പറഞ്ഞാൽ ആ തീരുമാനത്തെ അനുസരിക്കാതിരിക്കാൻ വീട്ടിൽ ആർക്കാ പറ്റുന്നത്? അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെ അപ്പന്മാർ മുൻകൈ എടുക്കട്ടെ. അതുകൊണ്ട് ഇന്നു മുതൽ അമ്മമാരെ നിങ്ങൾ ആരെയും വിളിക്കണ്ട. ഇനി അപ്പൻ മറന്നു പോയാൽ പതുക്കെ പോയി തോണ്ടിയേക്കണം. മനുഷ്യ, അച്ഛൻ പറഞ്ഞതാണ്, വിളിക്കുക, നിങ്ങൾ വിളിക്കെല്ലാവരെയും, ഞാൻ വിളിക്കില്ല, നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വിളിച്ചു കൂട്ടണം. സന്ധ്യാപ്രാർത്ഥന അപ്പന്മാരെ ഏൽപ്പിക്കുന്നു.